ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിത ക്രമീകരണത്തിന് ആവശ്യമായിരിക്കുന്ന വിവിധ ഘടകങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് റിസെൻമെൻറ്റ് അഥവാ നീരസം, അമർഷം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഈ റിസെൻമെൻറ്റ് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് നമ്മെ സഹായിപ്പാൻ വന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായ വിക്ടർ മറക്കാശ്ശേരിയെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപികയായ പ്രീതി അനിലിനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്നത്. നിങ്ങളെ ഏവരെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ പല അനുഭവങ്ങളിലൂടെ പല രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ടാകും. നമുക്ക് സന്തോഷമുള്ള അനുഭവങ്ങളുണ്ടാകും, ദേഷ്യമുള്ള അനുഭവങ്ങളുണ്ടാകും, ഭയമുള്ള അനുഭവങ്ങളുണ്ടാകും, ദുഃഖമുള്ള അനുഭവങ്ങളുണ്ടാകും. ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്താണോ ആ പ്രതികരണം അനുസരിച്ചാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ദേഷ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതില്ലാതാകാൻ ഒക്കത്തില്ല. എന്നാൽ അങ്ങനെയുള്ള അവസരത്തോട് അനുഭവത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഭയമുള്ള അനുഭവത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഈ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ പലരും ചെയ്യും, പ്രവർത്തിക്കും, പറയും, നേരിട്ടും അല്ലാതെയും പറയും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യരോട് നമുക്ക് തോന്നുന്ന ഒരു പ്രതികരണമാണ് നീരസം എന്ന് പറയുന്നത്, അല്ലെ അമർഷം എന്ന് പറയുന്നത്. ഇതിന് ദേഷ്യവുമായിട്ട് വളരെ ബന്ധമുണ്ട്. ദേഷ്യമുള്ളൊരു സാഹചര്യത്തിൽ അതിനോട് ചേർന്ന് അമർഷമുണ്ടാകാം, നീരസമുണ്ടാകാം. അതുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. എന്നാൽ ദേഷ്യത്തിൻ്റെ ഭാവത്തെക്കുറിച്ച് അല്ല ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ അമർഷം എന്നുള്ള നമ്മുടെ ഒരു പ്രതികരണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അമർഷം അല്ലെങ്കിൽ നീരസം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രതികരണം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? പൊതുവെ എന്നോ പറയുന്നു, നിങ്ങൾ നീരസം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണോ? അപ്പോൾ റിസെൻമെൻറ്റ് അല്ലെങ്കിൽ അമർഷം നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? സാധാരണ നിങ്ങൾ ഈ അമർഷം ഉണ്ടാകുന്ന ചില രംഗങ്ങളൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാവോ? ഏതൊക്കെ രംഗങ്ങളിലാണ് നിങ്ങൾക്ക് ഈ അമർഷം ഉണ്ടാകുന്നു? ഒന്ന് പറയാവോ? നിങ്ങൾക്ക് അദ്ദേഹത്തിനൊന്ന് പറയാവോ? ഏത് രംഗത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അമർഷം സാധാരണയായിട്ട് അനുഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ആരായാലും വന്നിപ്പോൾ അത് ശരിയായില്ല, ആ. അത് അവരുടെ ഇതിൽ പറയുമ്പോൾ ഉം. നമുക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ആ. അത് അതിലൊരു അമർഷം ഉണ്ടാവാം. ആ. അതിലൂടെ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിക്ക് അംഗീകാരം തരാതെ അത് ശരിയായില്ല എന്ന് നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മളിൽ ഒരു അമർഷം അല്ലെ നീരസം ഉണ്ടാകാം. വേറെ ഏതെങ്കിലും രംഗങ്ങളുണ്ടോ? വണ്ടി ഇവിടെ നിന്ന് ഓടിച്ച് കോളേജിൽ നിന്ന് പോകണമായിരുന്നു. ആ. അപ്പോൾ എനിക്ക്
വേറൊരു എതിരെ വണ്ടി വന്നാണ്. ആ. അവൻ എന്നെ തട്ടിയിട്ട് ആ. അവൻ പറഞ്ഞത് എന്റെ ഭാഗത്ത് നിന്നുണ്ടായ റോങ് സൈഡാന്ന് ആ. പറയണം. ആ. അവര് ത്രിബിളും ആയിരുന്നു. ആ. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ആ. അവൻ എന്നെ അധികം പ്രതികരിക്കില്ല എന്ന് ഓർത്ത്. ആ. പക്ഷെ ഞാൻ നോക്കുമ്പോ എന്റെ ചാവി എടുത്ത് വാങ്ങിച്ച് ആ. അവര് റോങ് സൈഡ് ആയിരുന്നുണ്ടായത്. ആ. എന്നിട്ട് അവര് എന്റെ ചാവി വാങ്ങിച്ച് അവിടെ ആകെ വിഷയം ഉണ്ടാക്കി. നമ്മുടെ വണ്ടിയെ വന്ന് തട്ടിയിട്ട് ഒടുവിൽ നമ്മളെ കുറ്റക്കാരനാക്കി മാറ്റിയ ഒരു രംഗത്ത് എനിക്ക് ആളിനോട് വല്ലാത്ത അമർഷം അമർഷമുണ്ടായിരുന്നു. ഉണ്ടായി അല്ലേ? അപ്പോൾ ഞാൻ തിരിച്ച് വീടിന്റെ അവിടെ ചെന്നു. അപ്പൊ വീടിന്റെ അവിടെ ചെന്നപ്പോൾ അവൻ അവിടെ വന്നു. ആ. അവനോട് പറഞ്ഞായിരുന്നു ആ. എനിക്ക് അവിടെ വെച്ചുണ്ടായ ഒരു സിറ്റുവേഷൻ കാരണം ഉണ്ടായെന്ന് പറഞ്ഞു. ആ. അപ്പൊ ഞാൻ അവിടെ വെച്ച് സംസാരിച്ച് പിന്നെ ഞങ്ങൾ തമ്മിൽ ഒതുക്കി സംസാരിച്ച് ഇപ്പൊ കൂട്ടുകാരായിട്ട് മാറി കൂട്ടുകാരായിട്ട് അല്ലേ? മാറി. വണ്ടി ഒന്ന് ഇടിച്ചാൽ തന്നെ ഇപ്പൊ ഒരു കൂട്ടുകാരനെ കൂടെ കിട്ടിയില്ലേ അല്ലേ? ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് പോസിറ്റീവായി മാറിയായിരുന്നു എനിക്ക്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള അപകടമോ തെറ്റോ പറ്റുമ്പോൾ മറ്റുള്ളവര് അതിന്റെ പഴി നമ്മളെ ചാരുമ്പോൾ, അതായത് നീയാണ് ഇതിന്റെ കുറ്റക്കാരൻ എന്ന് പറയുന്ന ഉടനെ നമുക്ക് പറയുന്ന വ്യക്തിയോട് ഒരു അമർഷം തോന്നാം അല്ലേ? നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് അമർഷം തോന്നിയിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? അതെന്തിനാ മാതാപിതാക്കളോട് അമർഷം തോന്നുന്ന എന്തിനാ? ഒന്ന് പറയാവോ? ഇത് മാതാപിതാക്കളോട് എന്തിനാ അമർഷം തോന്നുന്നു എന്ന് പറയാവോ? ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലണം നമ്മ. ആ. ബാഗ് തൂക്കി വൈകിട്ട് വരെ ഇവിടുന്ന് പ്രാക്ടിക്കൽ ക്ഷീണിച്ച് ചെല്ലുക. ചെല്ലണാണ്. ആ. ചെന്ന് ബാഗ് വെച്ച് ഷൂ ഒക്കെ അമ്മ പറയും നീ ആ. കടയിൽ പോയിട്ട് വരാൻ പറയും. മകൻ വല്ലതും കഴിച്ചാന്ന് അന്വേഷിക്കണേ ഒരു സ്നേഹത്തോടെ ഒന്ന് ആ. ചായ എടുത്ത് വെക്കണ്ടേന് ഇതിന് ആ, പെട്ടെന്ന് കടയിൽ പോകാൻ പറയുമ്പോ ആ, ആ, നമുക്ക് അമ്മയാണ് അതിന്റെ ബഹുമാനത്തിൽ ഒന്നും പറയാൻ പറ്റില്ല, മനസ്സിലാക്കി ആ. അമർഷം ഉള്ളിലങ്ങ് ഉള്ളിൽ ഒതുക്കും അടക്കി അല്ലേ? വെക്കും. ആ. അതായത് ഞാൻ ക്ഷീണിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോ എന്റെ ക്ഷീണം മനസ്സിലാക്കാതെ അമ്മ ഉടനെ പറയാണ് കടയിൽ പോടാ, എനിക്ക് ഇച്ചിരി ഭക്ഷണമോ വല്ലതും തന്ന് ഒരു ചായയൊക്കെ തന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം പോകാൻ പറഞ്ഞാൽ നമുക്ക് ഈ അമർഷം ഉണ്ടാകത്തില്ല. അപ്പൊ ഇവിടെ അമ്മയോട് അമർഷം തോന്നി എന്തുകൊണ്ടാ? എന്റെ ക്ഷീണവും എന്റെ തളർച്ചയും അമ്മ മനസ്സിലാക്കുന്നില്ല. എന്റെ വിഷമം മനസ്സിലാക്കാതെ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക. അപ്പൊ അവരോട് അമർഷം. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൂട്ടുകാരോട് അമർഷം തോന്നാം, അധ്യാപകരോട് അമർഷം തോന്നാം, മാതാപിതാക്കളോട് അമർഷം തോന്നാം, ഇങ്ങനെ പലരോടുമൊക്കെ നമുക്ക് അമർഷം തോന്നും. എന്ന് പറഞ്ഞാൽ ഈ അമർഷം എന്ന് പറയുന്നത്, ഈ റിസെന്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാ. അത് വളരെ നോർമലാ. സാധാരണഗതിയിൽ അമർഷങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ നോർമലാണ് കേട്ടോ. നമുക്കിഷ്ടമില്ലാത്ത ഒരു സാഹചര്യത്തോട്, വ്യക്തികളോട് നമ്മുടെ ഒരു പ്രതികരണം അമർഷത്തിലൂടെ ആയിരിക്കും. അത് വളരെ നോർമലാ. വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അമർഷങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇനി അധ്യാപകരോടൊന്ന് ചോദിച്ചു നോക്കാം. വിക്ടർ സാറെ, ഈ കുട്ടികളിൽ അമർഷങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങളും അമർഷങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതികളൊക്കെ അവർ പറഞ്ഞു. ഈ അധ്യാപകർക്ക് ഏതെങ്കിലും രീതിയിൽ അമർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അധ്യാപകർക്കും ധാരാളം മനസ്സിനുള്ള മനോഭാവങ്ങളുടെ അനുസരിച്ച് അമർഷങ്ങൾ വരാറുണ്ട്. അധ്യാപകരുടെ മനസ്സിലും അധ്യാപകരും മനുഷ്യർ തന്നെയാണ്. കുട്ടികളോട് എപ്പോഴെങ്കിലും അമർഷം തോന്നുമോ? തോന്നാറുണ്ട്. പക്ഷേ അത് സ്ഥായിയായ ഒരു ഭാവം അധ്യാപകൻ നിലനിർത്തിയാൽ അധ്യാപകൻ വിജയിക്കില്ല. അപ്പോൾ എന്താണ് നമ്മുടെ മനോഭാവം അല്ലെങ്കിൽ നീരസത്തിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അതെ, അധ്യാപകരും മനുഷ്യരാണ്. അവർക്കും നീരസഭാവങ്ങൾ ഉണ്ടാകാം, റിസെന്റ്മെന്റ് ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മുടെ. അല്ല, ഉദാഹരണമായിട്ട് ഞാനവിടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, അമ്മ വരുമ്പോൾ കടയിൽ പോകാൻ പറയുന്നു. ആ കുട്ടിക്ക് ഇരിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പ് കടയിൽ പോകാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും ഭാര്യ പറയുന്നത് ആ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്ത് പോയിട്ടുണ്ട്, അതൊന്ന് വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തേക്ക് അത് കിട്ടാത്തതിൻ്റെ പേരിലാണ് പുള്ളിക്കാർക്ക് ഉള്ള സ്പീഡും അല്ലെങ്കിൽ തിടുക്കവും. അത്രയും തിടുക്കം, അതിനേക്കാൾ തിടുക്കത്തിലാണ് ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നത്. നേരത്തെ ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞ് കടയിൽ പോണെന്ന്. ആ. അപ്പൊ അമ്മയ്ക്ക് മകനോടല്ലേ പറയാൻ പറ്റുക, റോട്ടിൽ കൂടെ പോണ ഒരാളോട് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, പറയാൻ പറ്റില്ല. ഞാനത് തന്നെ പറയണത്. എൻ്റെ വൈഫ് ഫ്രിഡ്ജ് റിപ്പയർ ചെയ്തത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് ഭർത്താവായ ഞാനാണല്ലോ. 2 ദിവസം അല്ല 1 ദിവസം ഫ്രിഡ്ജ് റിപ്പയർ ആയാൽ വൈഫിന് അവിടുത്തെ കാര്യങ്ങൾ താളം തെറ്റുമ്പോൾ. അതായത് സാറിന്റെ ഭാര്യയോടുണ്ടായ ഒരു അമർഷമാ പറഞ്ഞത്. അല്ല. വീട്ടിലെ ഫ്രിഡ്ജ് റിപ്പയർ ആകാതിരിക്കുമ്പോ നിങ്ങളോട് അമർഷമില്ല, ഭാര്യയോടുണ്ടായ ഒരു അമർഷമായി. ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാ, ആ. ഇപ്പൊ നേരത്തെ നിന്റെ സുഹൃത്ത് പറഞ്ഞ് ആ. കടയിൽ പോണ്ട കാര്യം. ആ. വെച്ചാ അമ്മയ്ക്ക് മകനോടല്ലാണ്ട് റോട്ടിലൂടെ പോണ ഒരാളോട് വിളിച്ച് പറയാൻ പറ്റില്ല അല്ല. നീ കടയിൽ പോയി വന്ന്. ആ, വെച്ചാ
അവന്റെ വീട്ടുകാർക്കും വേണ്ടിയിട്ടാണ് അവൻ കടയിൽ പോണത്. അതെ, അതെ. ദേഷ്യം വന്നിരിക്കും, അതില്ല എന്ന് പറയണ്ട. ആ. പക്ഷെ അത് ഇങ്ങനെ ഒരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന അനുഭവത്തെ കുറിച്ചായി പറയുന്നത്. വന്ന അനുഭവം വന്നിരിക്കുമെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അങ്ങനെ വന്നു എന്നാ ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ അമർഷമോ അല്ലെങ്കിൽ ദേഷ്യമോ ഉണ്ടാകുന്നതിന്റെ പ്രധാനമായിട്ടുള്ള ചില കാരണങ്ങൾ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതിൽ തന്നെ, എൻ്റെ വിഷമം എൻ്റെ അമ്മ അംഗീകരിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ വിശന്നു വന്നതാണ്, ക്ഷീണിച്ചു വന്നതാണ്, എൻ്റെ ക്ഷീണം. അപ്പൊ മറ്റുള്ളവര് നമ്മുടെ വിഷമം മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് അവരോടൊരു നീരസമുണ്ടാകാം. മറ്റുള്ളവർ എനിക്ക് വില തരുന്നില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് അവരോടൊരു നീരസമുണ്ടാകാം. മറ്റുള്ളവർ എൻ്റെ കാര്യങ്ങളിൽ കൈകടത്തുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് അവരോടൊരു നീരസമുണ്ടാകാം. മറ്റുള്ളവർ അമിതമായിട്ട് എന്നെ വഴക്ക് പറയുന്നു, അല്ലെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അവരോടൊരു അമർഷമുണ്ടാകാം. ഈ റിസെൻമെന്റ്, നീരസം, അമർഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്നതാ. വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും, അധ്യാപകർക്കും ഉണ്ടാകും, പുരോഹിതനായ എനിക്കും ഉണ്ടാകും ഈ അമർഷവും നീരസം. ഇറ്റ്സ് വെരി നോർമൽ. എന്നാൽ ഈ അമർഷം അല്ലെ നീരസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം പഠനത്തിനായിട്ട് എടുക്കുന്നത്. സാധാരണ ഒരമർഷം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? നീരസം ഉണ്ടാകുമ്പോഴുള്ള പ്രതികരണം എങ്ങനെയാണ്? നമ്മുടെ പ്രീതി ടീച്ചറിനോട് നമുക്കൊന്ന് ചോദിക്കാം. ഏതെങ്കിലും രീതിയിൽ ഒരു നീരസമോ അമർഷമോ ഉണ്ടാകുമ്പോൾ, റിസെൻമെന്റ് ഉണ്ടാകുമ്പോൾ സാധാരണ എങ്ങനെയാ പ്രീതി ടീച്ചറെ അതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ആ സമയത്ത് ഷൗട്ട് ചെയ്യാൻ തന്നെയാ തോന്നുക. കാരണം നമ്മൾ പലവിധ ടെൻഷനിലൂടെയാണ് നമ്മൾ വരുന്നത്. അപ്പൊ ക്ലാസ്സിൽ വരുമ്പോഴാണെങ്കിക്കോട്ടെ, അവര് നമ്മുടെ മനോഭാവം അനുസരിച്ച് അവര് എതിർപ്പായിട്ടോ ഏതെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ആ സമയത്ത് ഒന്ന് ഷൗട്ട് ചെയ്യും. അതേസമയം കുറച്ചു സമയം കഴിയുമ്പോൾ തന്നെ ആരെയാണോ എന്ന് വിളിച്ച് ഷൗട്ട് ചെയ്ത് ആളെ പേഴ്സണലായി വിളിച്ചിട്ട് സംസാരിക്കാൻ നോക്കാറുണ്ട്. അതായത് ടീച്ചർ പറയുന്നത്, ഒരു അമർഷം ഉണ്ടാകുമ്പോൾ ടീച്ചർ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഷൗട്ട് ചെയ്തോണ്ടാ. ഒന്ന് ഷൗട്ട് ചെയ്ത് കഴിയുന്ന ഉടനെ, കുറെ കഴിയുന്ന ഉടനെ എൻ്റെ ഈ വിഷമം അങ്ങ് മാറും. അപ്പോൾ ഷൗട്ട് ചെയ്യാന്ന് പറയുന്നത് ഈ വിഷമവും പ്രയാസവും ഒക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ നല്ല മാർഗമാണ് എന്ന് നമുക്ക് തോന്നാം, അല്ലേ? അത് തൽക്കാലത്തേക്കുള്ള ഒരു പരിഹാരമാണ്, ടെമ്പററി ആയിട്ടൊരു റിലീഫ് നമുക്ക് തന്നെന്ന് പറയാം. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് ഇത് ശാശ്വത പരിഹാരമല്ല, പിന്നെ ഞാൻ ആളിനെ വിളിച്ച് റിക്കൺസൈൽ ചെയ്യും എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഒരു മെത്തേഡ്, നമുക്ക് നീരസമോ അല്ലെന്ന് വരിയിൽ ഇതുപോലെയുള്ള അമർഷമോ ദേഷ്യമോ ഒക്കെ ഉണ്ടായാൽ ഷൗട്ട് ചെയ്ത് നമ്മൾ തീർക്കും. അത് തൽക്കാലത്തേക്കൊരു ശമനം കിട്ടിയെന്ന് വരാം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഷൗട്ട് ചെയ്ത് തീർക്കുന്നവരാണോ? മറ്റ് മെത്തേഡ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കൊന്ന് പറയാമോ? ഈ നീരസങ്ങൾ അല്ലെങ്കിൽ ഈ റിസെൻമെന്റ് ഉണ്ടാകുമ്പോൾ അതിനെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ഏതെങ്കിലും മാർഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു അധ്യാപകൻ ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാനിപ്പോ ദേഷ്യം കാണിക്കുന്നത് മറ്റുള്ളവരോടായിരിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബഹുമാനം ഉണ്ടല്ലോ അധ്യാപകരോട്. നേരിട്ട് നമുക്ക് അധ്യാപകനോട് ദേഷ്യപ്പെടാൻ സാധിക്കില്ല. അപ്പൊ നമ്മളിപ്പോ ബൈക്കിൽ പോവാണെങ്കിൽ ബൈക്കിനോട് ദേഷ്യം കാണിക്കും. എന്ന് വെച്ചാ വേറെ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കും. അതായത് എനിക്ക് അമർഷമുണ്ടെന്ന് വരികിൽ അത് നേരിട്ട് പ്രകടിപ്പിക്കാതെ മറ്റെന്തെങ്കിലും കൂടെ ഞാൻ ഇങ്ങനെ അങ്ങ് ഡൈവേർട്ട് ചെയ്യും. വലിയ ദേഷ്യം ഉണ്ടെന്ന് വരിക കളിക്കാനായിട്ട് കുറച്ചു നേരം പോയി കഴിയുമ്പോൾ ആ ദേഷ്യം അങ്ങ് പോകും. ഒരു സബ്ലിമേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് ഇതിനെ മനസ്സിലോട്ട് കൊണ്ടുവരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ രണ്ട് മെത്തേഡ് പറഞ്ഞു. ഒന്ന്, ദേഷ്യത്തിലൂടെ ഇതിനെ നേരിടാം. മറ്റൊന്ന്, മറ്റേതെങ്കിലും കാര്യത്തിലോട്ട് ശ്രദ്ധ തിരിച്ചതിനെ നേരിടാം. ഇപ്പൊ ഒരാൾ നമ്മളെ ദ്രോഹിക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തെറ്റ് നമ്മുടെയാണെന്ന് പിന്നീട് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരോട് നമ്മുടെ തെറ്റാണല്ലോ അത് അവനോട് സോറി പറഞ്ഞ് ക്ഷമിച്ച് അവനോട് സ്നേഹത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ചു പിന്നീട്. പക്ഷെ അന്നേരത്ത് നമുക്കൊരു ദേഷ്യം ഉണ്ടാവും. ദേഷ്യം ഉണ്ടാവുമ്പോ എങ്ങനെ പ്രകടിപ്പിക്കും? അത് നമ്മ ചിലപ്പോ തല്ലിയാൽ ഇടിച്ചെന്ന് വരും. തിരിച്ച് നമ്മൾ ഇതുപോലെ ഒരു പ്രതികരിച്ചെന്ന് വരും, അല്ലേ? വൈൽഡായിട്ട് റിയാക്ട് ചെയ്തെന്ന് വരും. ഓക്കെ. അപ്പൊ നമ്മൾ വൈൽഡായിട്ട് റിയാക്ട് ചെയ്തെന്ന് വരും. പല രീതിയിൽ നമുക്ക് ഇതിനോട് പ്രതികരിക്കാം. നമുക്കൊന്ന് ഷൗട്ട് ചെയ്യാം, അല്ലെന്നൊരു മറ്റു കാര്യങ്ങളിലേക്ക് തിരിയാം. ചില ആളുകളുണ്ട്, ഒരു അവോയ്ഡൻസ് എന്ന് പറയും. ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മറ്റുള്ള ഉള്ളിൽ ഒതുക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കും. മറ്റു ചില ആളുകളുണ്ട്,
ഇത് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ ഇത് മനസ്സിൽ വളർത്തിക്കൊണ്ടിരിക്കും. ആരോടെങ്കിലും ഒരു നീരസമുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെന്ന് വരികിൽ ഇതെൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ വളർത്തും. വളർത്തി 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 കുറേ കഴിയുന്നുടനെ ഉഗ്രവിഷമായിട്ടത് വെളിയിൽ വരും. അപ്പോൾ ഒരു നീരസമുണ്ടായാൽ, ഒരു അമർഷമുണ്ടായാൽ ഈ പറഞ്ഞ മെത്തേഡുകളൊന്നും നമ്മളെ സഹായിക്കുന്നതല്ല. ഷൗട്ട് ചെയ്താൽ തൽക്കാലത്തേക്കൊരു ശമനം ഉണ്ടായി എന്ന് വരാം. നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ തൽക്കാലം സുരക്ഷിതമായി എന്ന് വരാം. നമ്മൾ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിലിരുന്നാൽ അത് ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി 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 വയ്ക്കും. കുറെ കഴിയുന്നുടനെ അത് നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു പെർവർഷനായിട്ട് വെളിയിൽ വരാം. ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ വളർന്നു വളർന്നു വളർന്ന് ഇത് ഉഗ്രവിഷമായിട്ട് പിന്നെ വെളിയിൽ വരാം. അപ്പോൾ നീരസം അല്ലെന്ന് വരികിൽ റിസൻമെന്റ് അല്ലെങ്കിൽ അമർഷം ഇത് നമുക്കുണ്ടാകുന്നത് സാധാരണമാണ്. എന്നാൽ അങ്ങനെ ഉണ്ടായാൽ അതിനെ നമ്മൾ പ്രകടമാക്കുന്ന ഈ പറഞ്ഞ രീതികളൊന്നും നമ്മളെ സഹായകരമല്ല. അങ്ങനെയാണെന്ന് വരികിൽ വിക്ടർ സാറേ ഒന്ന് പറയാവോ, നമുക്ക് ഈ നീരസം ഒന്ന് ആരോഗ്യപരമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുവാനായിട്ട് വല്ല മാർഗമുണ്ടോ? ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിദ്യാർത്ഥികളോട് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നമുക്ക് ദേഷ്യം തോന്നാം. ആ ദേഷ്യം തോന്നുന്നത് അധ്യാപകർ നിങ്ങളെ കറക്റ്റ് ചെയ്യാനുള്ള വ്യക്തികളാണ്. അപ്പോൾ അധ്യാപകർ പറയുമ്പോൾ അതെല്ലാവും നിങ്ങൾക്ക് നീരസം വരുന്ന കാര്യമായിട്ട് എടുക്കാതെ, അത് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിലാണ്. ബന്ധത്തിലാണ്. ഇപ്പൊ സാറ് വീട്ടിൽ തന്നെ ഒന്ന് നീരസപ്പെട്ടാൽ ഈ നീരസത്തെ നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത്, വീട്ടിലാണെങ്കിൽ ഉടനെ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പതുക്കെ കുടിക്കും. ആ വെള്ളം ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ആ അന്നേരത്തെ എൻ്റെ ആ മനോഭാവം, ആ ദേഷ്യപ്പെട്ട മനോഭാവം ഒന്ന് താഴേക്ക് ഇറങ്ങും. അതിനുശേഷം ഞാനൊന്ന് കാമായി കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നീരസം വരുമ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷറാണ് കൂടുന്നത്, നിങ്ങൾക്കായാലും അധ്യാപകനായാലും ഏതൊരു വ്യക്തിക്കായാലും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് കഴിയുന്നത് നമ്മളൊരു കൂൾ ഡൗൺ, മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഒരു കൂൾ ഡൗൺ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയാൽ വി ക്യാൻ. പ്രീതി ടീച്ചർ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ആരോഗ്യപരമായ ഒരു മെത്തേഡ് ഒന്ന് പറഞ്ഞു തരാമോ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അമർഷം അവർ കാണിച്ചാൽ തന്നെ കുറച്ചു കഴിയുമ്പോൾ സ്വയം ഇരുന്ന് ഒന്ന് സങ്കടപ്പെട്ട് കരഞ്ഞാൽ അവരുടെ അമർഷം തന്നെ തീരും. ഞാൻ സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ച് പറയണം. അതല്ല, കുട്ടികളോ വിദ്യാർത്ഥികളോ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ചിന്തിക്കുക, എന്തിനു വേണ്ടിയാണ് നമ്മൾ അമർഷം കാണിക്കുന്നത്? അത് നമുക്ക് തന്നെ ആരോഗ്യത്തിന് നല്ലതല്ല, പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരോടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ കുറച്ചു നേരത്തേക്ക് അവർ അത് വിട്ട്, എനിക്കും പറയാനുള്ളത്, ഒന്ന് റിലാക്സ്ഡ് മൈൻഡ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്നും അവർക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്ന. ഇത് എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണല്ലോ. പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ അധ്യാപകർ പറഞ്ഞത് തന്നെ അവർ തന്നെ സ്വയം നിയന്ത്രിച്ച് നിൽക്കാനാണ്. അപ്പൊ ഒരാളോട് ദേഷ്യപ്പെട്ടാൽ മറ്റൊരാൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അവന്റെ ദേഷ്യം മാറില്ലല്ലോ, അവന്റെ മനസ്സിൽ ഈ ദേഷ്യം ഉള്ളിൽ തന്നെ കിടക്കയല്ലേ, അതെങ്ങനെ മാറും? അപ്പൊ നമുക്ക് മറ്റൊരാളുടെ ദേഷ്യത്തെ മാറ്റാനായിട്ട് ഒക്കത്തില്ല. അത് വേണോ വേണ്ടായോ എന്ന് അവരാ നിശ്ചയിക്കുന്നേ. പക്ഷെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. എന്നിൽ ദേഷ്യമുണ്ടെങ്കിൽ അവനല്ല മാറ്റേണ്ടത്, ഞാനാ മാറ്റേണ്ടത്. ഞാൻ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും ഞാൻ ചെറുതായിപ്പോയെന്ന് തോന്നുമ്പോൾ, ഞാൻ പരാജയപ്പെട്ടു പോയെന്ന് തോന്നുമ്പോൾ, എനിക്ക് വേണ്ട അംഗീകാരം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ, അവിടെയൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ദേഷ്യമുണ്ടാകാം. പൊതുവെ പറയുകയാണെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള ചിന്തയാണ് നമ്മളെ അവിടെ ദേഷ്യപ്പെടുത്തുന്ന ഒരു പ്രധാന സംഗതി. മറ്റൊരാൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അവരോട് നമുക്ക് അമർഷം തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ മുൻപിൽ ഞാൻ ചെറുതായിപ്പോയി, ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ തോന്നലിനെയാണ് നമ്മൾ മാറ്റേണ്ടത്, അവരുടെ ചിന്തകളെയോ പ്രവർത്തനങ്ങളെയോ അല്ല. അത് അവർ തീരുമാനിച്ചോളൂ. അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ട ഒരു സംഗതി, നമുക്ക് അമർഷമുണ്ടാകും പല രംഗങ്ങളിലും. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുന്നത് കൊണ്ടായിരിക്കാം, അമിതമായിട്ട് നമ്മെ നിയന്ത്രിക്കുന്നത് കൊണ്ടായിരിക്കാം, നമ്മൾ പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കാം, ഞാൻ ചെറുതായിപ്പോയി എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കാം. എന്തൊക്കെയോ നമ്മുടെ മനസ്സിലെ ചിന്തയാണ് നമ്മളിൽ അമർഷം ഉണ്ടാക്കുന്നത്. വേറെ ഒരാൾക്ക് നമ്മളിൽ അമർഷം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അവരെങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവർ തീരുമാനിക്കും. പക്ഷേ ഞാൻ അമർഷപ്പെടണോ നീരസപ്പെടണോ എന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. അപ്പം നമ്മുടെ നീരസത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മുടെ ചിന്തകളാണ് ആ നീരസമോ അമർഷമോ നമുക്കുണ്ടാക്കുന്നത്. അപ്പോൾ ആ ചിന്തകളിൽ മാറ്റമുണ്ടാക്കിയാൽ ഈ നീരസാനുഭവത്തിൽ നിന്ന് നമുക്ക് മാറാം. അതുകൊണ്ട് അമർഷത്തെ അല്ലെങ്കിൽ നീരസത്തെ, റിസൻമെന്റിനെ
നേരിടുവാനായിട്ട് ഒരു 2 സംഗതി ഞാൻ പ്രധാനമായിട്ട് പറയാം. ഒന്ന്, നിങ്ങൾ എപ്പോഴെങ്കിലും നീരസപ്പെട്ടാൽ എന്നിൽ ഈ നീരസം ഇപ്പോൾ ഉണ്ട് എന്നൊരു അവയർനെസ് നിങ്ങൾക്കുണ്ടാകണം. ഞാനിപ്പോൾ നീരസപ്പെട്ടാണ് ഇരിക്കുന്നത്, എൻ്റെ മനസ്സിൽ വല്ലാതെ അമർഷം പൊങ്ങുന്നുണ്ട് എന്ന് ഉള്ള ഒരു അവയർനെസ് നിങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ നീരസത്തെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് തുടങ്ങാൻ സാധിക്കും. 2, ഞാനിപ്പോൾ നീരസപ്പെടുന്നത് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടോ ചെയ്തതുകൊണ്ടോ അല്ല. ആ പറയുകയോ ചെയ്യുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്താണ് എന്നെക്കുറിച്ച് ചിന്തിച്ചത്, ആ ചിന്തയാണ് എനിക്കിപ്പോൾ ഈ നീരസം തന്നിരിക്കുന്നത്. അപ്പോൾ ആ ചിന്തയെ ഞാനൊന്ന് അവലോകനം ചെയ്ത് അതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. 3, നിങ്ങൾക്ക് ആരോടെങ്കിലും വിദ്വേഷമോ അമർഷമോ ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അവരോട് നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ഫൊർഗീവ്നെസ്. നിങ്ങൾക്ക് എപ്പോൾ ക്ഷമിക്കാൻ സാധിക്കുന്നോ അപ്പോൾ നിങ്ങളുടെ നീരസം നിങ്ങളിൽ നിന്ന് മാറും, നിങ്ങളുടെ അമർഷം നിങ്ങളിൽ നിന്ന് മാറും. അമേരിക്കയിലുള്ള ഒരു നേഴ്സ് അവരുടെ സഹോദരൻ്റെ കൂടെ ഒരിടത്തൂടെ യാത്ര ചെയ്യുകയായിരുന്നു. രാത്രി സമയമാണ്. അവിടെ ഉണ്ടായിരുന്ന ചില റൗഡികൾ വന്നിട്ട് ഇവരെ ഉപദ്രവിച്ചു. എതിർത്ത് നിന്ന ഈ സ്ത്രീയുടെ ബ്രദറിനെ അവർ കൊന്നു. ആ വ്യക്തി മരിച്ചു. വളരെ സങ്കടത്തോടെ ഈ നേഴ്സ് അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. ഇവരുടെ മനസ്സിൽ ഈ എൻ്റെ സഹോദരനെ കൊന്നവനോടുള്ള അമർഷം, ആ ഒരു വലിയ പക ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ നിലനിന്നു. അതിങ്ങനെ മനസ്സിൽ ഒതുക്കി വെച്ചു. ഇവർ നേഴ്സാ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു ദിവസം യാദൃച്ഛികമായിട്ട് നൈറ്റ് ഡ്യൂട്ടിയുടെ മധ്യേ അവിടെ അഡ്മിറ്റായ ഒരു രോഗിയുടെ അടുക്കൽ ഇവർ ചെന്നപ്പോൾ ഇവർ വളരെ സ്തബ്ധയായിപ്പോയി. അവരാ രോഗിയെ നോക്കിയപ്പോൾ എവിടെയോ കണ്ട് ഓർമ്മ വരുന്നൊരു മുഖം. ആ മുഖം അവർ പെട്ടെന്ന് ഓർത്തെടുത്തു. തൻ്റെ സഹോദരനെ കൊന്ന ആ റൗഡിയാണ് ഇവിടെ ഇപ്പോൾ രോഗിയായിട്ട് അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഈ സ്ത്രീയുടെ മനസ്സിലെ പക അങ്ങോട്ട് വളർന്നിട്ട് ഇവർ പറഞ്ഞു, ഞാൻ ഇവനെ ജീവനോടെ ഈ ആശുപത്രിയിൽ നിന്ന് വിടത്തില്ല, ഞാൻ ജീവനോടെ ഇവനെ ആശുപത്രിയിൽ നിന്ന് വിടത്തില്ല എന്ന് ഇവരുടെ മനസ്സിൽ ഈ പക അങ്ങോട്ട് വളരാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് അവരുടെ ചെവിയിൽ അവരൊരു ശബ്ദം കേട്ടതുപോലെ, നിന്നോട് ചെയ്യുന്നത് നീ ക്ഷമിക്കുക. യേശുക്രിസ്തുവിന്റെ ഒരു ശബ്ദം അവർ കേട്ടു. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. പെട്ടെന്ന് ഇവരുടെ ഉള്ളിൽ ഇവനോട് ക്ഷമിപ്പാനായിട്ടുള്ള വലിയ ഒരു മനോഭാവത്തിലെ മാറ്റമുണ്ടായിട്ട് ഇവരവനോട് ക്ഷമിച്ചു കഴിഞ്ഞ് അവനെ ട്രീറ്റ് ചെയ്തു. അവൻ സുഖമായി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുൻപ് ഈ നേഴ്സ് അവരുടെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞു, ഞാൻ ആരാണെന്നറിയാവോ? എൻ്റെ സഹോദരനെയാണ് ഇന്ന രാത്രിയിൽ നീ കൊന്നത്. ഇത് കേട്ടപ്പോഴത്തേക്ക് ആ മനുഷ്യൻ്റെ മനസ്സിൽ, പിന്നെ നീ എന്നെ എന്തിനാ ചികിത്സിച്ചത്? നിനക്കെന്നെ കൊല്ലാമായിരുന്നില്ലേ? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത്, ഇല്ല, നിങ്ങൾ ചെയ്യുന്നത് എന്തെന്നറിയായാൽ നിങ്ങളോട് ക്ഷമിക്കാനായിട്ട് പറഞ്ഞ ആ യേശുവിൻ്റെ ശബ്ദം എൻ്റെ ഉള്ളിൽ പ്രതിധ്വനിച്ചു. ഞാൻ നിങ്ങളോട് ആ രാത്രിയിൽ തന്നെ ക്ഷമിച്ചു. ആ ക്ഷമയാണ് അവരുടെ നീരസത്തെ, പകയെ ഹാൻഡിൽ ചെയ്യുവാനായിട്ട് അവരെ സഹായിച്ചത്. മറ്റുള്ളവരോട് നമ്മൾ നീരസപ്പെടുമ്പോൾ ദോഷം എനിക്ക് തന്നെയാണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകണം. എനിക്ക് തന്നെയാണ് ഞാൻ നാശം വരുത്തുന്നത്, മറ്റേയാളിനൊന്നും സംഭവിക്കത്തില്ല, എനിക്ക് തന്നെ ദോഷം ചെയ്യുന്നു. ഈ ഉൾക്കാഴ്ച ഉണ്ടെന്ന് വരികിൽ എന്നിലെ നീരസത്തെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അവരോട് ക്ഷമിക്കുക, നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. ഈ 2 ക്ഷമ ഒരുമിച്ച് പോകണം. അവരോടും നിങ്ങളോടും ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നീരസം, പക, വിദ്വേഷം ഇതൊക്കെയും കെട്ടടങ്ങുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകുവാൻ ഇടയാകുകയും ചെയ്യും. അങ്ങനെയുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഇവിടെ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഈ
എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയും വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ബി പോസിറ്റീവ്.